ഇവിടുന്ന് പോയതുപോലെ തിരികെ വരികയും, അതായത് എത്ര ഹാപ്പിയിലാണ് പോകുന്നത് അതേ ഹാപ്പിനെസ്സിൽ കണ്ണുകൾ കലങ്ങാതെ നീ ഇവിടെ തിരിച്ചെത്തണം. ഞാൻ ആഷിക്കയെ നോക്കി. ആ മുഖത്ത് വികാരം നിനക്ക് മനസ്സിലായില്ല. എങ്കിൽ മാത്രമേ നിനക്ക് അറക്കൽ ആഷു സെയ്ദ് അലിയുടെ ഭാര്യാപദവിയും ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ. അല്ലെങ്കിൽ പുത്തമ്പൊരുക്കൽ സാക്കിന്റെ മകളായി നിനക്ക് നാളെ തന്നെ തിരികെ പോവാം. ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ വഞ്ചിക്കുന്നത് ഞാനൊരിക്കലും പൊറുക്കില്ല അലീമ. അവസാന ശ്വാസം വരെ നീ കൂടെ വേണമെന്ന് ആഗ്രഹം. പക്ഷെ എൻ്റെ സ്നേഹത്തിന് നീ അർഹയില്ലെന്ന് ബോധ്യമായാൽ പിന്നെ ഞാൻ നോക്കുന്നത് വെറുപ്പോടെ ആയിരിക്കും. അതും പറഞ്ഞ് ആഷിക തിരിഞ്ഞു കിടന്നു. ഞാൻ സാറിനോർത്ത് ദുഃഖിക്കുന്ന ആഷിക്കാക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം എന്നെ ഇത്രയധികം സ്നേഹിച്ചിട്ട് ഞാൻ വീണ്ടും അയാളെ ഓർത്തിരിക്കുന്നെന്ന ചിന്ത ആഷിക്കയെ ശരിക്കും പൊള്ളിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച് അലീമ എന്ന വിളിയാണ്. ഞാനും തിരിഞ്ഞു കിടന്നു. എപ്പോഴും ഉറങ്ങി. അലീമ. ആഷിക്കയുടെ ഗൗരവത്തിലുള്ള വിളിയേട്ടാണ് ഉണർന്നത്. ഞാൻ എണീറ്റ് ബെഡിലിരുന്നു. കുളിക്കാൻ പോകുന്ന ആഷിക്കയാണ് കണ്ടത്. എന്നെ ഒന്ന് നോക്കുപോലും ചെയ്തില്ല. ആഷിക കുളി കഴിഞ്ഞ് വന്നപ്പോഴും ഞാൻ ബെഡിലിരിക്കുമായിരുന്നു. അലീമ, കോളേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ റെഡിയാവും. ഇല്ലെങ്കിൽ വൈകിട്ട് വീട്ടിലേക്ക് പോകാൻ റെഡിയായാൽ മതി. കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒന്നും മിണ്ടാതെ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി. ഫ്രഷായി വന്നപ്പോൾ ആഷിക ഫോർമൽ സ്യൂട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുവാണ്. താഴെ കാണും. അലീമ റെഡിയായിട്ട് വാ. എന്നെ അലീമ എന്ന് വിളിക്കില്ല ആഷിക. കരച്ചിലിനിടയിൽ ഞാൻ പറഞ്ഞു. ആഷിക എന്നെ മാറ്റി നിർത്തി. ഇന്നലെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ തലകുലുക്കി. ആഷിക താഴേക്ക് പോയി. റെഡിയായി ഞാനും ചെന്നു. എന്താ മോളെ, സുഖല്ലേ? മുഖമൊക്കെ വല്ലാണ്ട്. കഴിക്കാനിരുന്നപ്പോൾ ഉമ്മ ചോദിച്ചു. ഞാൻ ആഷിക്കയെ നോക്കി. എന്നെ നോക്കാതെ കഴിക്കുവാണ്. ആഷി, നീ മോളെ വഴക്ക് പറഞ്ഞോ? കൊച്ചുമ്മ ആഷിക്കയോട് ചോദിച്ചു. ആ പറഞ്ഞു. ആഷിക പറഞ്ഞതും ഉപ്പ ആഷിക്കയെ നോക്കി. എന്താ കാര്യം? മടി. ഇത്ര ദിവസം പോകാതിരുന്നിട്ട് ക്ലാസ്സിൽ പോകാൻ മടി. ആഷിക കളിയോടെ പറഞ്ഞു. എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു. ഞാനൊരു ചിരി നൽകി. കഴിച്ചു കഴിഞ്ഞതും പെങ്കിൾസിനെ എന്നെയും കൂട്ടി ആഷിക ഇറങ്ങി. അവരെയൊക്കെ കോളേജിൽ വിട്ടു. കാറിൽ ഞങ്ങൾ മാത്രമായി. ഞാൻ നോക്കുന്നുണ്ടെങ്കിലും ആള് മൈൻഡില്ല. കാറ് കോളേജിന് മുന്നിലെത്തി. ഗേറ്റിൽ തന്നെ ഷൈമ ഉണ്ടായിരുന്നു. ആഷികയെ നോക്കിയിട്ട് ഞാൻ ഡോർ വെക്കാൻ പോയതും എൻ്റെ കയ്യിൽ ആഷിക പിടിച്ചു. ഞാൻ നോക്കിയതും ആഷിക എൻ്റെ കഴുത്തിൽ കൈവച്ച് നെറ്റിയിൽ ചുംബിച്ച്, എൻ്റെ മഹറിന് നീ മാത്രമാണ് അവകാശി. മരണം വരെയും എൻ്റെ ഒപ്പം ഉണ്ടാവണം. അതിന് നിനക്ക് ഞാൻ തരുന്ന ഒരേ ഒരു ടാസ്ക് ഇന്നത്തെ ഈ ദിവസമാണ്. എൻ്റെ പ്രിയ പത്നിയായി തന്നെ തിരിച്ചു വരണം. ആഷിക എൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. ഞാൻ നിറകണ്ണുകളോട് തലയാട്ടി. ആഷിക എൻ്റെ കണ്ണീർ തുടച്ചു. ഞാൻ ഡോർ തുറന്നിറങ്ങിയതും ആഷിക പോയി. ഞാൻ കാർ കണ്ണിൽ നിന്നും മറയുന്നവരെ നോക്കി നിന്നു. ആഷികയുടെ കാറ് നോക്കി നിന്നപ്പോഴാണ് ഷൈമ വന്ന് തോളിൽ പിടിച്ചത്. അവളോട് കാര്യമെല്ലാം പറഞ്ഞു. അവൾ ആഷികയുടെ സൈഡാണ്. ഞങ്ങൾ ക്ലാസ്സിലേക്ക് നടന്നപ്പോൾ എല്ലാവരും നോക്കി ഓരോന്നും പറയുന്നുണ്ട്. ഞാനതൊന്നും നോക്കാൻ നടന്നു. പെട്ടെന്നാണ് ഞങ്ങളുടെ സൈഡിലൂടെ സാറിൻ്റെ ബൈക്ക് പാർക്കിങ്ങിലേക്ക് പോയത്. ഞാൻ ഷൈമയെ നോക്കി. ഷൈമ എൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. ഞങ്ങൾ ആരെയും നോക്കാതെ ക്ലാസ്സിൽ വന്നു. എല്ലാവർക്കും അറിയേണ്ടത് ആഷികയെക്കുറിച്ചാണ്. അലീമയുടെ മുഖം കണ്ടറിഞ്ഞൂടെ അവൾ എത്ര ഹാപ്പിയാണെന്ന്? എൻ്റെ അടുത്തിരിക്കുന്ന ദിവ്യ പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. ഹണിമൂണിനെ പറ്റി ചോദിച്ചവരോട് ഷൈമ കാര്യമായിട്ട് വിവരിക്കുന്നുണ്ട്. കുറേ നേരം സംസാരിച്ചിട്ട് എല്ലാവരും സീറ്റിലേക്ക് പോയി. പെട്ടെന്നാണ് ഫൈസ ക്ലാസ്സിലേക്ക് വന്ന്. ഞങ്ങൾ അവൾ നോക്കാതിരുന്നു. അവൾ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു. എന്നെന്താ നിങ്ങൾ നിക്കാഹിന് വിളിക്കാഞ്ഞത്? അവൾ ദയനീയമായി ചോദിച്ചു. ഞാൻ അവളെ നോക്കുക മാത്രം ചെയ്തു. നിന്നെ എന്തിനു വിളിക്കണം? ഞങ്ങളെ കാണാൻ കഴിയാത്തോണ്ട് ക്ലാസ് മാറിപ്പോയതല്ലേ? ഷൈമ അവളുടെ നേരെ ഒച്ച വെച്ചു. അവൾ അവനുമായി ബ്രേക്കപ്പ് ആയത് ഞങ്ങൾ അറിഞ്ഞിരുന്നു. അവനൊപ്പം ഫൈസ എവിടെയോ പോകാൻ പോയപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചതിന് നിങ്ങളെ ബോധിപ്പിക്കണമെല്ലാം എന്ന് അവൻ ചോദിച്ചു. അതിനുശേഷം അവൾ ഞങ്ങളോട് മിണ്ടിയിട്ടില്ല. ബ്രേക്കപ്പിന് ശേഷം അവൾ മിണ്ടാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങൾ ഒഴിഞ്ഞു മാറി. സോറി, എന്നോട് ക്ഷമിക്ക്. നിങ്ങളുടെ പഴയ ഫൈസയായിട്ട് എന്നെ കാണണം. പറ്റില്ല. ഞങ്ങളുടെ ഇടയിൽ ഇനിയും കയറാൻ നീ വിചാരിക്കണ്ട. പിണങ്ങിയ സമയത്ത് നീ ഞങ്ങൾക്കിട്ട് പാരവെച്ചെന്ന് ഞങ്ങൾ മറക്കില്ല. ഷൈമ അതും പറഞ്ഞ് തിരിഞ്ഞിരുന്നു. അലി. അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ അവളുടെ കൈയെടുത്ത് മാറ്റി. ക്ലാസ് മാറിക്കയറാൻ പാടില്ലെന്ന് അറിയില്ലേ? അവളുടെ മുഖത്ത് നോക്കാതെ ഞാൻ ചോദിച്ചു. കുറച്ചേരം അവിടെ നിന്നിട്ട് അവൾ പോയി. ഞാനും ഷൈമയും ഒന്നും മിണ്ടാതിരുന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അത് കേട്ടതും എൻ്റെ നെഞ്ചിലൊരു ഭാരം പോലെ. പെട്ടെന്ന് ആഷികയുടെ മുഖവും വാക്കുകളും ഓർമ്മ വന്നു. എല്ലാവരോടൊപ്പം എണീറ്റ് വിഷ് ചെയ്തു. എല്ലാവരും ഇരുന്നതും സാറിൻ്റെ നോട്ട് ആദ്യം പറഞ്ഞത് എന്നിലേക്കാണ്. ഞാൻ എൻ്റെ മഹറിൽ കൈകൾ മുറുക്കി. 1.5 മണിക്കൂർ കഴിഞ്ഞ് ബെല്ലടിച്ചതും ക്ലാസ് കഴിഞ്ഞു. സാറ് പുറത്തേക്ക് പോയി. പിന്നുള്ളത് ലൈബ്രറി അവർ ആയിരുന്നു. ഞാനും ഷൈമയും ലൈബ്രറിയിലേക്കുള്ള വഴിയിലൂടെ ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ ചെന്ന് പതിവ് പോലെ പച്ച ലൈസും ഗ്രേപ്പ് ജ്യൂസും ഓർഡർ കൊടുത്തു. ആ, മക്കളുടെ നിക്കാഹ് കഴിഞ്ഞല്ലേ? പിള്ളേര് പറഞ്ഞു കേട്ടു. ക്യാൻറ്റീനിലെ ചേച്ചി ചോദിച്ചു. ആ ചേച്ചി, കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഞങ്ങൾ പറഞ്ഞതും ചേച്ചി ഓർഡർ ചെയ്ത് കൊണ്ട് വെച്ചിട്ട് പോയി. അപ്പോഴാണ് ക്ലാസ്സിലുള്ളവരെല്ലാം വന്ന് ചെലവ് ചോദിച്ചത്.
എല്ലാവരോടും ഇഷ്ടമുള്ള വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പെട്ടെന്നാണ് അങ്ങോട്ട് വന്ന സാറിനെ കണ്ടത്. ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്ന് കഴിച്ചു. സാർ ഓപ്പോസിറ്റ് വന്നിരുന്നു. ഞാൻ ഷൈമയെ നോക്കി. അവൾ കണ്ണടച്ച് കാണിച്ചു. പിള്ളേരെല്ലാം നോക്കുന്നുണ്ട്. എന്താണ്, സാറിന് ചെലവൊന്നുമില്ലേ? ആരോ വിളിച്ചു ചോദിച്ചു. ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട്. ആഷിക്കയുടെ വാക്കുകളാണ് എൻ്റെ ധൈര്യം. ഇയാൾക്ക് മതിയായില്ലേ? അലീമ, സുഖല്ലേ? സാറിൻ്റെ ചോദ്യം കേട്ടതും ഞാൻ ഞെട്ടി നോക്കി. അതെ. ട്രിപ്പൊക്കെ നന്നായിരുന്നോ? ആ, അടിപൊളിയായിരുന്നു. ആഷിർ സുഖമായിട്ടിരിക്കുന്നോ? യെസ്. ആഷിർ അമ്മനോട് പറഞ്ഞിട്ട് പോയത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. തനിക്ക് ചേർന്ന ഒരാൾ തന്നെ കിട്ടിയല്ലോ. എൻ്റെ സെലക്ഷൻ തെറ്റിയാലും എൻ്റെ പപ്പയുടെ സെലക്ഷൻ തെറ്റില്ല. ഹീസ് എ ഗ്രേറ്റ് പേഴ്സൺ. എടുത്തടിച്ച പോലെ ഞാനത് പറഞ്ഞു. സാറിൻ്റെ മുഖം വല്ലാതായി. എനിവേ, വിഷ് യു ഹാപ്പി ലൈഫ്. സാറ് ചിരിയോടെ പറഞ്ഞു. അൻസിയെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ആ, ബെറ്ററായി വരുന്നു. കുറച്ചുകൂടി നല്ല ട്രീറ്റ്മെൻറ്റ് ബാംഗ്ലൂരിൽ കിട്ടും. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇന്ന് ഇവിടുത്തെ എൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അത് കേട്ടും സത്യത്തിൽ എനിക്ക് ആശ്വാസമായി. കാരണം സാറിൻ്റെ ഓർമ്മകൾ ഉണ്ടാവാതിരിക്കാൻ ബെസ്റ്റ് വഴി ഇനി കാണാതിരിക്കുക എന്നതാണ്. സാറ് പുറത്തേക്ക് പോയി. പിന്നെ എങ്ങനെയെങ്കിലും വൈകുന്നേരം ആയാൽ മതിയെന്നായി. ക്ലാസ് വിട്ടപ്പോൾ ഗേറ്റിനോട് സംസാരിച്ചിരിക്കുന്ന ആഷികയും സാനിക്കയും കണ്ടു. അടുത്തേക്ക് ചെന്ന് പരിസരം പോലും മറന്ന് ഞാൻ ആഷികയെ കെട്ടിപ്പിടിച്ചു. ലവ് യു. ഞാൻ അകന്നുമാറി ആഷിക്കയെ നോക്കി പറഞ്ഞു. ലവ് യു ടു. ആഷിക്ക് എന്നെ ചേർത്ത് നിർത്തി പറഞ്ഞു. എന്താണല്ലോ കുട്ട, ഭയങ്കര ഹാപ്പിയാണല്ലോ. അളിയിൽ നിന്ന് ടാസ്ക് ജയിച്ചോ? സാനിക്ക് ചോദിച്ചു. ഞാൻ ആവേശത്തോടെ തലയാട്ടി. പോവാം, ആഷിക പറഞ്ഞു. ഞാൻ തലയാട്ടി. അളിയ, അവ ശരി, സൺഡേ വരാം. അതും പറഞ്ഞ് ആഷിക കയറി. ഞാനും യാത്ര പറഞ്ഞ് കയറി. വണ്ടി മുന്നോട്ട് പോയി. പെങ്ങൽസിനെ കൂട്ടി വീടെത്തുന്നവരെ ഞങ്ങളൊന്നും മിണ്ടിയില്ല. വീട്ടിലെത്തിയതും ഞങ്ങൾ 2 റൂമിലേക്ക് വന്നു. ഡോറടിച്ച് ആഷികയെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അല്ലൂസേ. ആഷിക വിളിച്ചതും ഞാൻ ആഷികയുടെ വയറിലിടിച്ചു. ഹാ, പെണ്ണ് എന്തോ നീ കാണിക്കുന്നത്? ആഷിക വയറ് കുത്തിപ്പിടിച്ച് പറഞ്ഞു. എന്ത്? എന്നെ അലീമ എന്തിനീ മേലിൽ വിളിക്കരുത്. ഓ ശരി അലീമ. ആഷിക. ഏയ്, അല്ലൂസിനെന്തോ ദേഷ്യം വരുന്നോ? നിന്നോട് പിണങ്ങിയപ്പോൾ നിന്നേക്കാൾ വേദനിച്ച് എനിക്കാണ് പെണ്ണേ. പിന്നെന്തിനോ വഴക്കിട്ട്? സഫീർ നിന്നെ ഒരിക്കലും ബാധിക്കാതിരിക്കാൻ. ഓഹോ, സ്നേഹത്തിന് അർഹയില്ലെന്ന് പറഞ്ഞതോ? അങ്ങനെ പറഞ്ഞില്ല, അർഹത നഷ്ടപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത്. എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഇന്നർ റിലേഷൻഷിപ്പ് ഒരാൾ അയാളുടെ പാർട്ട്ണർ കൊടുക്കുന്ന സ്നേഹവും കരുതലും റെസ്പെക്റ്റും അയാൾക്കും തിരികെ ലഭിക്കുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആവുന്നു. അതും പറഞ്ഞ് ആഷിക്കിനെ നോക്കി ചിരിച്ചു. ഞാൻ ആഷിക്കയുടെ അടുത്തേക്ക് ചെന്നു. എന്നിൽ നിറയെ ആഷിക്കയോടുള്ള പ്രണയമാണ്. ഉള്ളിൽ മുഴുവൻ ഈ മനുഷ്യനാണ്. ആഷികയുടെ കണ്ണുകൾ നോക്കി ഞാൻ നിന്നു. ഐ വാണ്ട് ടു കിസ് യു. ഞാനത് പറഞ്ഞതും എന്തോ ഓർത്തുപോലെ ചിരിയോട് അടുത്തേക്ക് വന്നു. ആഷിക എന്നെ നെറ്റിയിൽ കിസ് ചെയ്തു. ആഷിക നെറ്റിയിൽ നിന്ന് ചുണ്ടുകൾ മുഖത്തേക്ക് ഇട്ട് ഉരസി. എന്നെ ഡോറിൽ ചേർത്ത് നിർത്തി. താഴത്തെയും മുകളിലെയും ചുണ്ടുകൾ മാറി മാറി നുകർന്നു. ശ്വാസം എടുക്കാനായി അകലുകയും അതിലേറെ വീണ്ടും ശക്തിയോടെ അടുക്കുകയും ചെയ്തു. എൻ്റെ ശരീരത്തിലൂടെ ആഷികയുടെ കൈകൾ ഓടി നടന്നു. ഞാൻ ആഷികയെ തള്ളി ബെഡിലേക്കിട്ട് അടുത്ത് ചെന്ന് കിടന്നു. വീണ്ടും കിസ് ചെയ്യാമെന്ന ആഷികയുടെ ചുണ്ടുകൾക്ക് മേളിലായി ഞാൻ കൈവച്ചു. എന്തേന്നുള്ള ഭാവത്തിൽ ആഷിക എന്നെ നോക്കി. റെഡ് അലേർട്ട്. ഞാനത് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും പൊട്ടിച്ചിരിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം. അല്ലു, ഞാൻ ഇറങ്ങുന്നേ. ബാൽക്കണിയിലിരിക്കുന്ന എന്നെ നോക്കി ആഷിക പറഞ്ഞു. ഞാൻ അടുത്തേക്ക് എന്നു. ആള് ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുവാണ്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 2 മാസം ആയിട്ടുള്ളൂ. എങ്കിലും കെയർ ചെയ്യണം. ഓടിച്ചാടി നടക്കരുത്. ഞാൻ പോയിട്ട് വേഗം വരാമേ. അതും പറഞ്ഞ് എൻ്റെ നെറ്റിയിൽ ആഷിക കിസ് ചെയ്തു. എന്നിട്ട് മുട്ടിലിരുന്ന് എൻ്റെ വയറിലും കിസ് ചെയ്തു. എന്നിട്ട് എൻ്റെ കയ്യിൽ കോർത്തു പിടിച്ച് താഴേക്ക് വന്നു. ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആഷിക കഴിച്ചെണീറ്റ് കാറിനടുത്തേക്ക് നടന്നു. ഞാനും ഒപ്പം ചെന്നു. ലാപ്ടോപ്പ് ബാഗ് കാറിലേക്ക് വെച്ച് എന്നെ ഒന്നുകൂടെ ഹഗ് ചെയ്തു. ലവ് യു, ടേക്ക് കെയർ. ലവ് യു ടു, ഡ്രൈവ് സേഫ്. ഞാനത് പറഞ്ഞതും ആഷിക കാൽ കയറി പുറത്തേക്ക് പോയി. ഞാൻ കുറച്ചു നേരം മുറ്റത്തേക്ക് നടന്നു. അപ്പോഴേക്കും ഉമ്മ പാലുമായി വന്നു. അതും കുടിച്ചിട്ട് ഞാൻ ഗ്ലാസ് ഹൗസിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് പാട്ട് വെച്ചിരുന്നു. 1 മാസം മുമ്പാണ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ റൂമിൽ തലറങ്ങി വീണത്. ഫ്രഷായി വന്ന ആഷിക കാണുന്ന ബോധമില്ലാതെ നിലത്തെടുക്കുന്നത് തന്നെയാണ്. പാവം കോരിയെടുത്ത് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മയക്കം വിട്ടുണ്ടെന്ന് എനിക്കായി ആഷികയുടെ കയ്യിലൊരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു. ജൂനിയർ ആഷിർ ഓൺ ദി വേ. അതും പറഞ്ഞ് എൻ്റെ നെറ്റിൽ ചുണ്ടിയേർത്ത ആഷികയുടെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അന്ന് മുതൽ ഒരു വീക്ക് ലീവ് എടുത്ത് എൻ്റെ കൂടെ ഇരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഓടിയെത്തി. പപ്പയുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ഞാൻ കാണുന്നു ആഷിക വയറ്റിൽ ചെവിയേർത്ത് എന്തോ കേൾക്കാൻ ശ്രമിക്കുന്നതാണ്. അല്ല, ബേബി എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കിയതാ. എൻ്റെ ചോദ്യത്തിനുള്ള ആഷികയുടെ മറുപടി അതായിരുന്നു. അറക്കൽ തറവാട്ടിലെ രാജകുമാരനാ നിന്റെ വയറ്റിൽ. ആഷിക എപ്പോഴും പറയും. ഇടയ്ക്ക് എനിക്ക് കുശുമ്പ് തോന്നാറുണ്ട്. എന്നേക്കാൾ പൊടിക്ക് ബേബിയോടല്ലേ സ്നേഹമൊന്ന്. ഇങ്ങനെ ഒരു കുശുമ്പി.
ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആഷിക എന്നെ മൂക്കിന് മുമ്പിൽ പിടിച്ച് വലിച്ചിട്ട് പറയും. വിധി എന്നെ ആഷികയുടെ മെഹറിന് അവകാശിയാക്കിയപ്പോൾ ഒരിക്കലും കരുതിയതല്ല ഇത്രയും സന്തോഷം നിറഞ്ഞ ജീവിതം. ചിലർ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഇയാളെ എന്തുകൊണ്ട് മുമ്പേ പരിചയപ്പെട്ടില്ലെന്ന് തോന്നില്ലേ? അങ്ങനെയാണ് ആഷികയുടെ കാര്യം. ഇടയ്ക്ക് പലവട്ടം സാറിനെ കണ്ടു. ഒരിക്കൽ പോലും ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഒരു കാലത്ത് നമുക്ക് അന്തം വിട്ട് പ്രണയം തോന്നിയ ആൾക്കാരോട് ഇപ്പോൾ ഒരു കുന്തവും തോന്നില്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെടും. വ്യക്തികളല്ല, കാലമാണ് സകലത്തിനും കാരണം. ഇട്ടേച്ചു പോയവരോർത്ത് ദുഃഖിച്ചിരിക്കരുത്. അവരത് അർഹിക്കുന്നില്ല. ചുറ്റുമുള്ള സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരുന്നാൽ മതി. അന്ന് ആദ്യം നിശ്ചയിച്ച കല്യാണമാണ് നടന്നിരുന്നെങ്കിൽ അയാളുടെ അവഗണനയായിട്ട് ഞാൻ കഴിയേണ്ടി വന്നേൻ. പടച്ചോൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ ഉമ്മയുടെ മരണത്തിന് ശേഷം ഒരുപാട് സങ്കടപ്പെട്ട നാളുകളിൽ ആഷികയെ എൻ്റെ ജീവിതത്തിലേക്ക് വിട്ടു. ഇന്നിപ്പോൾ ഞാൻ ആഷികയുടെ ഭാര്യയാണ്. വയറിൽ ആഷികയുടെ കുഞ്ഞിനെ ചുമക്കുന്നവളാണ്. ആഷികയോടൊപ്പം ഞാനിന്ന് ഒരുപാട് ഹാപ്പിയാണ്. സ്പീക്കറിൽ നിന്ന് വരുന്ന പാട്ടിലേച്ച് കണ്ണുകളടച്ച് ഞാനിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. പുതിയ കഥ ഉടൻ ആരംഭിക്കുന്നതാണ്.